പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ റിസൾട്ട് വന്നു. റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചില ആളുകൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. ചില ആളുകളുടെ മാർക്ക് ഒരു പക്ഷേ നമ്മൾ എഴുതിയതിന് അത്ര വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ലെവലിൽ കൺട്രോളർക്ക് ഒരു പരാതി കൊടുക്കുകയൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് സുവോളജിയിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് നമുക്ക് ആ ലെവലിൽ ചെയ്യാം. നിങ്ങളിപ്പോൾ തൽക്കാലം നമ്മൾ ഇനി 4th സെമസ്റ്ററിൽ ആർക്കെങ്കിലും മാർക്ക് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ പോയിട്ടുണ്ടെങ്കിലോ ഒന്നും ടെൻഷൻ അടിക്കരുത്. കാരണം 4th സെമസ്റ്ററിന്റെ ഒരു എക്സാം ഈ 6th സെമസ്റ്ററിന്റെ എക്സാമിന്റെ മുമ്പേ, നിങ്ങൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് പ്രത്യേകിച്ച് ആരും ടെൻഷൻ അടിക്കുന്നതിന് പകരം നിങ്ങളിപ്പം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ 5th സെമസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അപ്പൊ അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സോൾവ് ചെയ്യാം. ഞാനൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് നൈട്രജൻ സൈക്കിൾ ആയിരുന്നു അല്ലെ? നമുക്കറിയാം എന്താണ് നൈട്രജൻ സൈക്കിൾ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെയുള്ളത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലാസ്റ്റ് നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ വരെ ആയിരുന്നു. സോ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത് തിയറിറ്റിക്കലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് യുവർ എക്സാം. വെറും ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ മാത്രം ചോദിക്കാനും അതേപോലെ തന്നെ നൈട്രജൻ സൈക്കിൾ ചോദിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. Thus, there is a nitrogen cycle in nature in which nitrogen passes from its elemental form in the atmosphere into simple molecules in the soil. അല്ലെ? ഒരു നൈട്രജൻ സൈക്കിൾ ഭൂമിയിലുണ്ട്. ആ ഭൂമിയിൽ നിന്ന് സിമ്പിൾ ആയിരിക്കുന്ന നൈട്രജൻ ഭൂമിയിലൂടെ ചക്രികമായി തിരിഞ്ഞു വന്ന് വെള്ളത്തിലും ഭൂമിയിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. Which get converted to more complex molecules in living beings and back again to the simple nitrogen molecule in the atmosphere. അങ്ങനെ അത് രണ്ട് രീതിയിലും തിരിച്ചു വരികയും പോവുകയൊക്കെ ചെയ്യും എന്നാണ് നൈട്രജൻ സൈക്കിൾ പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്? സോ ഇപ്പൊ നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്താണെന്നൊക്കെ ധാരണ ഉണ്ടാക്കേണ്ടത്. ഹൗ ഇറ്റ് ഈസ് ഫിക്സിംഗ് നൈട്രജൻ. All organisms cannot use the atmospheric nitrogen directly. നമുക്കറിയാം. However, some bacteria and blue-green algae are able to do so. They convert nitrogen molecule into simpler forms such as nitrates and nitrites. നൈട്രജൻ നൈട്രേറ്റും നൈട്രേറ്റുകളുമായി മാറുന്നു. Nitrogen fixing bacteria like rhizobium are found in the roots of some dicot plants such as legumes. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ബാക്ടീരിയകൾ ഉള്ളത് ലെഗ്യൂംസിലാണ്. റൂട്ട്സ് ഓഫ് സെർട്ടൈൻ ലെഗ്യൂംസ്. These are present in special structures called root nodules. അതിനൊരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. That structure is called root nodule. അതിന് പറയുന്നത് റൂട്ട് നോഡ്യൂൾ എന്നാണ്. റൈസോബിയം. വാട്ട് ഈസ് റൈസോബിയം? നമ്മൾ കുറെ കാലങ്ങളായി പറയുന്ന റൈസോബിയമാണ് ഈ കാണുന്നത്. എന്താണ് റൈസോബിയം? ദിസ് ഈസ് ആക്ച്വലി ദ റൂട്ട് നോഡ്യൂൾ. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ്. അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെയാണ്? നൈട്രജൻ ഫിക്സേഷൻ ആൾസോ ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ലൈറ്റ്നിങ്. അല്ലെ, ഇപ്പൊ ഇടിവെട്ടുന്ന സീസൺ ആയതുകൊണ്ട് ഇപ്പം നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. At the time of lightning, high temperature and pressure created in the air converts nitrogen into oxides of nitrogen. These oxides dissolve in rainwater to form nitric and nitrous acid. This process is known as atmospheric nitrogen fixation. നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. These acids are then utilized by various life forms. അങ്ങനെയുള്ള ആസിഡുകൾ പലതരത്തിലുള്ള ലൈഫ് ഫോംസും ഉപയോഗിക്കാറുണ്ട്. See, this person is very important. ഇത് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് അൻപം കെയർ ആണ് എന്ന് തോന്നും. Is not അൻപം കെയർ, it is Haber. Fixation of nitrogen by Haber process. As we know, we are studied this process since our lower classes onwards. Nitrogen and hydrogen gases are reacted together to produce ammonia. എന്താണ് ഹേബർ പ്രോസസ്? നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നുകൊണ്ട് അമോണിയ ഉണ്ടാകുന്നു. അമോണിയ ഓഫൻ കൺവേർട്ടഡ് ടു അമോണിയം നൈട്രേറ്റ് ഇനോർഗാനിക് ഫെർട്ടിലൈസർ. അമോണിയം പലപ്പോഴും ഈ പറയുന്ന ഇതായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്തായി മാറും? ഇനോർഗാനിക് ഫെർട്ടിലൈസർ ആയി മാറാറുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ ബൈ ഹേബർ ബ്ലോക്ക് പ്രോസസ്. പ്രോസസ് എന്തൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് ഡയറക്ട്ലി സിന്തസൈസിങ് അമോണിയ ഫ്രം ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ ഡെവലപ്ഡ് ബൈ ദ ജർമ്മൻ ഫിസിസ്റ്റ് ഹെർമസ് കെമിസ്റ്റ് കോൾഡ് ഫ്രിറ്റ്സ് ഹേബർ. ഇയാളാണ് ആദ്യമായിട്ട് ഈ നൈട്രജൻ ഫിക്സേഷന്റെ പ്രോസസ് നമ്മളോട് പറഞ്ഞു വന്നത്. ഹിസ് നെയിം ഈസ് കോൾഡ് ഹേബർ.
Okay. ഈ രീതിയിലാണ് നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ഫിക്സേഷൻ, ബയോളജിക്കൽ ഫിക്സേഷൻ ഉണ്ട്, സോയിൽ ഇൻഓർഗാനിക് നൈട്രജൻ അവൈലബിൾ ആണ്, then that will convert it into nitrite and root uptake, then it finally reaches to the soil. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ്. എങ്ങനെയാണ് ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്? സിംബയോട്ടിക് ബാക്ടീരിയ ലിവിംഗ് ഓൺ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. Symbiotic bacteria living on the roots of plants, that is mostly legumes and alders. Cyanobacteria, formerly known as the blue-green algae. Archaebacteria, also known as archaea, in deep sea hydrothermal events. Industrial nitrogen fixation. ഇനി നമ്മൾ അറ്റ്മോസ്ഫിയർ പറഞ്ഞു, ബയോളജിക്കൽ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ എങ്ങനെയാണ്? Human beings also fix nitrogen for their use. This is done by manufacturing ammonia and urea in the industries. This is called as the industrial nitrogen. അപ്പോൾ ഇൻഡസ്ട്രിയിലും നമ്മൾ നൈട്രജൻ ഫിക്സ് ചെയ്യാറുണ്ട്. That is what is called industrial nitrogen fixation. ഓക്കെ, ഇതാണ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഈ രീതിയിലാണ് ഉണ്ടാകുന്നത്. Then mineralization or ammonification. എന്താണ് മിനറലൈസേഷൻ? ഇപ്പൊ നമ്മൾക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ മിനറൽ ആക്കി മാറ്റണം. That is what is called mineralization. നമുക്കറിയാം ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഡീകമ്പോസ് ചെയ്യുന്ന ആൾക്കാർ. എർത്ത് വേംസ്, ടെർമൈറ്റ്സ്, സ്ലഗ്സ്, സ്നെയിൽസ്, ബാക്ടീരിയ ആൻഡ് ഫംജി ആർ ദ ഡീകമ്പോസേഴ്സ്. ഇതൊക്കെയാണ് സാധാരണ ഡീകമ്പോസ് പ്രോസസ് നടത്തുന്ന ആൾക്കാർ. യൂസസ് എക്സ്ട്രാ സെല്ലുലാർ എൻസൈം ഇനീഷ്യേറ്റ് ഡീഗ്രഡേഷൻ ഓഫ് പ്ലാന്റ്സ് പോളിമേഴ്സ്. അല്ലെ, നമ്മൾ കേടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ഡെഡ് ആയിരിക്കുന്ന ഓർഗാനിസത്തിന്റെ മുഴുവനും ആരാണ് ഡിഗ്രേഡ് ചെയ്യുന്നത്? ചില തരത്തിലുള്ള ഡീകമ്പോസേഴ്സ് ആണ്. അപ്പൊ ഈ ഡീകമ്പോസേഴ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിയിലുള്ള, പ്ലാന്റിന്റെ ബോഡിയിലുള്ള ഈ പറയുന്ന നൈട്രജനെ എലമെന്റ് ആക്കിയിട്ട് ഭൂമിയിലേക്ക് തള്ളിവിടുന്നത്. മൈക്രോ ഓർഗാനിസം യൂസസ്, അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസമാണ് ഈ പ്രോസസ്സിന് ഇൻവോൾവ് ചെയ്യുന്നത്. പ്രോട്ടിയേസ്, അല്ലെ, ലൈസോസൈംസ്, ന്യൂക്ലിയേസ് ടു ഡീഗ്രേഡ് നൈട്രജൻ കണ്ടെയ്നിങ് മോളിക്യൂൾ. ഈ പറയുന്ന എൻസൈംസുകളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. പ്ലാന്റ് ഡൈ ഓർ ബാക്ടീരിയൽ സെൽ ഡൈസ് റിലീസ് ഓഫ് ഓർഗാനിക് നൈട്രജൻ. പ്ലാന്റ് ഓട്ടോമാറ്റിക്കലി മരിച്ചു കഴിഞ്ഞാൽ, ചത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാന്റ് വീണ് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഓർഗാനിക് എലമെന്റ്സ് റിലീസ് ചെയ്യാറുണ്ട്. ഓർഗാനിക് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ഇനോർഗാനിക് നൈട്രജൻ. ഓർഗാനിക് നൈട്രജൻ ഓട്ടോമാറ്റിക്കലി ഇനോർഗാനിക് നൈട്രജൻ ആക്കി മാറ്റുന്നു. When pH less than 7.5 converted rapidly to ammonia. Example, urea converted into ammonia and carbon dioxide. This is a normal example that you know. Then already a nitrification, ammonification ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷം നൈട്രിഫിക്കേഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്താണ് നൈട്രിഫിക്കേഷൻ? എ പ്രോസസ് carried out by nitrifying bacteria transform soil ammonia into nitrates which plants can incorporate into their own tissues. That is very important as far as your examination is concerned. Okay. Now, this is actually the process of nitrification. Now, two steps reaction that occur together. First step, catalyzed by nitromonas, that is 2NH4 plus 3 oxygen, 2NO2 plus 2H2O4 plus 4H. Second step, catalyzed by another one, that is acetobacter, 2NO2 plus O2 give rise to 2NO3. Then what is denitrification? The process where nitrates are metabolized by denitrifying bacteria to free nitrogen and return to the atmosphere. That is called denitrification. എന്താണ്? The process where nitrates are metabolized by denitrifying bacteria to free nitrogen and return to the atmosphere. Denitrification or denitrifying bacteria provide themselves with energy by reversing nitrogen fixation and converting nitrate to nitrogen gas, which is returned to the air. Common in sewage treatment plants, compost heaps and wet soils. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. ഓക്കെ. Then what is ammonification? The remains of all living things and their waste products are decomposed by microorganisms which yield ammonia. Then what is ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടെർമിനോളജി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. What is immobilization?
The opposites of mineralization. നേരെ തിരിച്ചാണ്. Mineralization എന്ന് വെച്ചാൽ ബോഡി പ്ലാന്റ് ഡെഡ് ആയ പ്ലാന്റിൽ നിന്ന് എലമെന്റ്സ് വരുന്നു. What is immobilization happen when nitrogen is limiting in the environment? നൈട്രജന് കുറയുന്ന സമയത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് immobilization. Nitrogen limits. Limitation is governed by C bar N ratio. കാർബൺ നൈട്രജൻ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുക. C bar N typical of the soil microbial biomass is 20. That is C bar N less than 20 mineralization. C bar N greater than 20, this is called immobilization. So this is actually the process of, that is why it is called opposites of mineralization. Now ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം. എന്താണ് നൈട്രജൻ സൈക്കിൾ, നൈട്രജൻ മെറ്റബോളിസം എന്താണ് നമ്മൾ പറയാൻ പോണത്, വാട്ട് ഈസ് ആക്ച്വലി ദ ടോപ്പിക്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് എസ്എ വരെ ചോദിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞത്. നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത്രയും പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഒന്ന്, നൈട്രജൻ മെറ്റബോളിസം, റോൾ ഓഫ് നൈട്രജൻ ഇൻ പ്ലാന്റ്, സോഴ്സ് ഓഫ് നൈട്രജൻ ടു പ്ലാന്റ്സ്, കൺവേർഷൻ ഓഫ് നൈട്രേറ്റ് ടു അമോണിയ. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം, ഫ്രീ ലിവിംഗ്, heterotrophic, that is we consider heterogeotrophic, symbiotic, mechanism of biological nitrogen fixation, formation of root nodules in legume plants, factors controlling biological nitrogen fixation, environmental factors, stage of plant growth, fertilizer in the soil, genetic factors. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അറ്റ് എ ഗ്ലാൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു സ്മോൾ പ്രോസസ് അല്ല. അതിന്റെ പിറകിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിലബസിൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ മാത്രമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും വി ഹാവ് ടു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് എൻറ്റയർ നൈട്രജൻ സൈക്കിൾ. യഥാർത്ഥത്തിൽ ഇത്രയും പ്രോസസ്സാണ് നമ്മൾ പറയാൻ പോവുക. ഇനി നൈട്രജനിൽ നൈട്രൈറ്റ് ഉണ്ട്, നൈട്രേറ്റ് ആക്കി മാറ്റുന്നു, അത് അമോണിയ ആവുന്നു. അമിനോ ഗ്രൂപ്പ് അതിലുണ്ട്, അമിനോ ആസിഡ് ആണ് അമിനോ ഗ്രൂപ്പിലുള്ളത്. We can say that amino group ഉണ്ട് അമിനോ ആസിഡിൽ. then പ്രോട്ടീൻ, അത് ഉണ്ടാക്കപ്പെട്ട് പ്രോട്ടീൻ ഉണ്ടാവുന്നു, അതിൽ നിന്ന് എൻസൈം ഉണ്ടാവുന്നു, ന്യൂക്ലിക് ആസിഡ്. സോ നൈട്രജൻ എന്തിനാണ് ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ we have to say that we can make amino acid proteins and nucleic acid. See, എന്താണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്? നമ്മൾ ഇത് നെക്സ്റ്റ് ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് പറയും. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിംബയോട്ടിക്, that is biological. Bacteria live in the roots of legumes family plants and provide the plants with ammonia in exchange for the plant carbon and protected home. പ്ലാന്റിൽ പലപ്പോഴും ഇത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. That is, we can say that they are always in a fashion of association. See, this is root. You can see the ammonia, nitrogen, root with the nodules where bacteria live. ഇവിടെയാണ് ബാക്ടീരിയ ജീവിക്കുന്നത്. നൈട്രജൻ ചേഞ്ചസ് ടു അമോണിയ, നൈട്രജൻ ആണ് അമോണിയ ഉണ്ടാക്കുന്നത്. ഇത് റൂട്ടിന്റെ പോർഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവുക. നമ്മൾ അതിന് പറയാം ബാക്ടീരിയോയിഡ് എന്നാണ്. ബാക്ടീരിയോയിഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ബാക്ടീരിയോയിഡ്? ബാക്ടീരിയയുടെ ഒരു അസംബ്ലിയാണ്. ഇതാണ് റൂട്ട്. സോ ഇതാണ് ദ എൻറ്റയർ പിക്ചർ. നമുക്കറിയാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ്. ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ റൂട്ട്. ഈ റൂട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്ന. നൊഡ്യൂൾ ഉണ്ട്. ഇതാണ് നൊഡ്യൂൾ. ആ നൊഡ്യൂളിനുള്ളിൽ ആരുണ്ട്? ബാക്ടീരിയോയിഡ് ഉണ്ട്. ഇതെങ്ങനെയാണ് ബാക്ടീരിയ ഇതിലോട്ട് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് ബാക്ടീരിയോയിഡ് ഉണ്ടാക്കുന്നത്. അതിന് കുറെ പ്രോസസ് ഉണ്ട്. വളരെ ബ്രീഫായി ഇത്രയും പ്രോസസ് നമുക്ക് പറയാം. ഒന്ന്, റൈസോബിയ അറ്റാച്ച് ദ റൂട്ട്. മണ്ണിലുള്ള റൈസോബിയ ആദ്യം റൂട്ടിനെ സമീപിക്കും. ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും? റൂട്ട് ഒരു സിഗ്നൽ കാണിച്ചു കൊടുക്കും. ആ സിഗ്നൽ എന്താണ്? ഇവിടെ ചില കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് സിഗ്നൽ കൊടുക്കുക. ഇൻഫെക്ഷൻ ത്രെഡ് ഈസ് ഫോം ത്രൂ ദ ബാക്ടീരിയ. അങ്ങനെ റൂട്ട് ഒരു ചെറിയ ത്രെഡ് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ അതിന് പറയാം റൂട്ട് ഹെയർ എന്നാണ്. Through that root hair, bacteria, rhizobia enter into the plant. Then അതിനുശേഷം ബാക്ടീരിയ ചേഞ്ച് ദ ബാക്ടീരിയോയിഡ്സ് ബാക്ക് ഓഫ് റൂട്ട് സെൽ. അങ്ങനെ ബാക്ടീരിയ ഇതിനുള്ളിലോട്ട് വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതിന്റെ മൊത്തം സ്പ്രെഡ് ആവും. അങ്ങനെ മൊത്തം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന റൂട്ടിന്റെ പോർഷനെ നമുക്ക് ബാക്ടീരിയോയിഡ് എന്ന് വേണം വിളിക്കാം. ദെൻ അത് സ്ലോലി എൻലാർജ് ചെയ്ത് റൂട്ട് സെല്ലായി ഈ രീതിയിലേക്ക് മാറുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ആക്ച്വലി ദ പ്രോസസ്. ഇതാണ് പ്ലാന്റിന്റെ റൂട്ടിലോട്ട് റൈസോബിയ വരുന്നു. റൈസോബിയ സ്പ്രെഡ് ചെയ്യുന്നു. അതിന്റെ എൻറ്റയർ ആയിരിക്കുന്ന പ്ലാന്റിലോട്ട് കയറി അവസാനം ഈ രൂപത്തിലായി മാറുന്ന പ്രോസസ് ഈസ് കോൾഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇറ്റ് ഈസ് എ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് in the environment since the entire nitrogen in the plant or in the atmosphere has been done by this root nodule. So then root nodule and symbiotic biological nitrogen fixation is very important. അപ്പോൾ നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് symbiotic nitrogen fixation ആണ്. That we will discuss in next class. Okay, thank you.